പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള വിവിധ പരിപാടികളുമായിട്ട് റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് മുന്നേറുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും ഒക്കെ. നമുക്കിപ്പം കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MT രമേശ് ചെയ്യുന്നു. ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്? ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് പൊതുവെ കേരളത്തിലും പ്രത്യേകിച്ച് കോഴിക്കോടും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ്. പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ ഇരു മുന്നണികളും വിവാദ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരസ്പരം ആരോപണ പ്രത്യാപനം ഉന്നയിക്കുന്നത് മോഡിക്കും NDAക്കുമെതിരായിട്ടുള്ള സംയുക്ത പ്രചരണം കേരളത്തിൽ സംഘടിപ്പിക്കാൻ നീക്കം നടത്തുന്നതുമെല്ലാം അവരുടെ പരാജയ ഭീതി കൊണ്ടാണ്. അതുകൊണ്ട് ബാക്കിയെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സംഘടിത മതന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി മത്സരിക്കുകയാണ് LDFും UDF. അതുതന്നെ കാണിക്കുന്നത് അവർക്ക് നല്ല ഭയമുണ്ട്, പരാജയ ഭീതിയുണ്ട് എന്നുള്ളതാണ്. മോഡിയുടെ വികസന അജണ്ട കേരളത്തിൽ ചർച്ചയായാൽ നരേന്ദ്രമോദിക്കും NDAക്കും അത് പ്രയോജനകരമാകും എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത മറ്റു വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. മോഡിയുടെ അജണ്ട, വികസന അജണ്ട, മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ സ്വീകാര്യമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ഇത്തരം നീക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ EP ജയരാജൻ്റെ പേര് വെച്ച് നോട്ടീസ് അടിച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേടിലേക്ക് BJP എത്തി എന്നുള്ള അത്തരം ഒരു ആരോപണം കൂടെ ഉയരുന്നുണ്ട്. അതൊക്കെ ബാലിശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. EP ജയരാജൻ്റെ പേര് വെക്കേണ്ട കാര്യം അത് പത്രത്തിൽ വന്നൊരു കാര്യം. ധാരാളം ലഘുലേഖകൾ പല ഘടകങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത്തരമൊന്നും മാത്രമേ ഉള്ളൂ. അതൊരു ഒഫീഷ്യൽ ലഘുലേഖയായിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന് അത്തരം ആരോപണം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി എന്താണ്? അതൊരു വിഷയദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് വോട്ട് പിടിക്കേണ്ട ഗതികളിലേക്ക് BJP എത്തുന്നു, NDA എത്തുന്നു, അത്തരത്തിലുള്ളൊരു ആരോപണം കൂടെ വരുമ്പോൾ അതിനുള്ളൊരു മറുപടി? അല്ല, രാജ്യസഭയിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസംഗം ഞങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നരേന്ദ്രമോദി ഗവൺമെൻറ് 400 സീറ്റ് കിട്ടിയാൽ അത്ഭുതമില്ല എന്ന് രാജ്യസഭയിൽ ഖാർഗെ പ്രസംഗിച്ച് ഞങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഞങ്ങൾ കോട്ട് ചെയ്യും, അത് സ്വാഭാവികമാണ്. അത് കോൺഗ്രസ് അതോ CPM ഒന്നും ഞങ്ങളില്ല. ഞങ്ങളെക്കുറിച്ച് ആര് നല്ലത് പറഞ്ഞാലും അത് ഞങ്ങൾ കോട്ട് ചെയ്യും. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ള കാര്യമല്ലേ, അത്രയേ ഉള്ളൂ. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ അവസാന നിമിഷങ്ങളിലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിക്കൊണ്ട് NDA സ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.